അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ അൺബോക്സിങ് ആണിത്. തെമ്മൂന്ന് വാങ്ങിച്ച മൂന്നാമത്തെ പാക്കറ്റും വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അത് നോക്കാം എന്തൊക്കെയാണ് സാധനങ്ങൾ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നതെന്ന് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടൊരു ഓർമ്മയില്ല. കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യണം. വന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. എടുക്കാം നമുക്ക്. ഈ സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഈ സൈറ്റിലുള്ള ഇത് ഞാൻ നമ്മുടെ ക്ലിപ്പിങ് ആണ്. പിന്നെ പാക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അരിപ്പൊടി, റവ, ഇതൊക്കെ പാക്കറ്റുകൾ, ചിപ്സ്, മിക്സർ ഇതൊക്കെ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പാക്കറ്റിൽ നമ്മൾ എയർ കിടക്കാതെ ലോക്ക് ചെയ്ത് വെക്കണം. പാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നതെല്ലാം ഒരേ സൈസിലാണ്. ഓൾറെഡി എൻ്റെ ഉണ്ട് ഇത് പല സൈസിൽ. അത് നമുക്ക് ഐക്യെന്ന് വാങ്ങിച്ചതാണ്. ഇതിങ്ങനത്തെ ഇത് 2 പാക്കറ്റ്. ഇത് ഞാൻ നാട്ടിൽ പോകുമ്പം നാട്ടിൽ കൊടുക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇത് 2 പാക്കറ്റ് ഉണ്ട്. അത് 2 പാക്കറ്റ് വാങ്ങിച്ചായിരുന്നല്ലോ. 2 പാക്കറ്റ് ഇങ്ങനെ 2 എണ്ണം അതിനുള്ളതാണ്. പിന്നെ ഇത് ഈ സാധനം ഇത് നമുക്ക് ഇത് ഞാൻ ആക്ച്വലി നാട്ടിലേക്ക് വാങ്ങിച്ചതാണ്. പക്ഷേ 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു. ഇതെന്തിനാണെന്ന് ഞാൻ വാങ്ങിച്ചതെന്ന് ഞാൻ കാണിച്ചുതരാം. ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. അതിൽ കണ്ടതുപോലെയുള്ള സംഭവം തന്നെ ആണോ എന്ന് ചെക്ക് ചെയ്യട്ടെ. അത് ചോദിച്ചു കഴിഞ്ഞാൽ സാധനം കറക്റ്റാണ്. ഇതാണ് സാധനം. ഇതെന്തിനാണെന്നുള്ളത് മനസ്സിലായത്. ഇതിൻ്റെ ഇങ്ങനൊരു കൊളുത്താനിതുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ശരിക്കും നമുക്ക് ഉപയോഗം കൂടുതലുള്ളത്. കാരണം മുളകും മല്ലിയൊക്കെ ഉണക്കണമെങ്കിൽ, മീൻ ഉണക്കണമെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് സാധനങ്ങൾ ഉണക്കാനാണെങ്കിൽ ഞാനിവിടെ സാധാരണ ചെയ്യുന്ന എന്തെങ്കിലും ഗരം മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് വെയിലത്തൊക്കെ വെച്ച് ഉണക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അപ്പോഴും വെയിലത്ത് ഉണക്കാൻ പറ്റുന്ന സാധനം. അപ്പോൾ അങ്ങനെ ഉണക്കണമെങ്കിൽ അത് ഇതിനകത്തേക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം. അങ്ങനെ ഇതിനോട് കൊളുത്തുകൊണ്ട് കയറിൽ ഇങ്ങനെ തൂക്കിയിടാം. അപ്പോൾ പൂച്ച വന്നെടുക്കുമെന്നോ അല്ലെങ്കിൽ കോഴി കാക്ക വന്ന് കൊത്തുമെന്നോ ഒന്നും പേടിക്കണ്ട. ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്ത് ഇടാൻ പറ്റും. ഇതിൻ്റെ പലതരത്തിലുണ്ട്. ഇതിപ്പോൾ ഒരു സിംഗിളായിട്ടുള്ളതാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ തന്നെ 3 ലെയർ വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ വെയിറ്റ് കൂടിയാൽ ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാഞ്ഞ കാരണം ഞാനൊക്കെ സിംഗിളായിട്ടുള്ള വാങ്ങിച്ചാൽ മതി. ഇത് ഒന്ന് കുറച്ചുള്ളെങ്കിൽ ഇതിനകത്തിട്ട് ഉണക്കാം. കൂടുതലുണ്ടെങ്കിൽ വേറെ 2 വേണം. അപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ ഇവിടത്തേക്കും 2 എണ്ണം നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ച സാധനം. ഇത് കുഴപ്പമില്ല, ചെറിയ എമൗണ്ടേ ആയിട്ടുള്ളൂ. പക്ഷേ സാധനം നല്ല യൂസ്ഫുള്ളും കൂടാണ്. ഇതെന്തായാലും കാര്യമായി. ഓക്കെ. പിന്നെ ഈ വാങ്ങിച്ചിരിക്കുന്നത് ഇത് വന്നിട്ട് ഷൂ വാഷ് ചെയ്യാനുള്ളതാണ്. വാഷിംഗ് മെഷീനകത്ത് ഷൂ വാഷ് ചെയ്യാനുള്ളത്. അങ്ങനത്തെ കുറേ ബാഗുകൾ വരുന്നുണ്ട്. അപ്പം നെറ്റ് പോലത്തെ ബാഗൊക്കെ ഉണ്ടാകും. അതിനകത്തേക്ക് ഇട്ടിട്ട് മെഷീനിലേക്ക് ഡയറക്റ്റ് സോപ്പൊക്കെ ഇട്ടിട്ട് സോപ്പ് പൗഡറോ ലിക്വിഡോ എന്താണെന്ന് ചോദിച്ചിട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചത് ഇതിനകത്തേക്ക് സോപ്പ് ഇടണം. അതിന് ഉള്ളിൽ ഇതാണ്ട് ഇങ്ങനെ ഉണ്ട് നെറ്റ് പോലെ. ഇത് നല്ല സ്മൂത്തായിട്ടുള്ള സ്പോഞ്ച് പോലെ. ഇതിനകത്തേക്ക് നമ്മൾ ഷൂ ഇടുന്നുണ്ട്. ഷൂ ഇട്ട് കൊടുത്തിട്ട് ഇതിനേക്ക് തന്നെ നമ്മുടെ വാഷ് ചെയ്യാനുള്ള ഷാമ്പുവോ ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പ് പൗഡറോ എന്താണെന്ന് വെച്ചാൽ അതിനിട്ടിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിനകത്ത് കിടന്നിട്ട് എങ്ങനെ വെള്ളം അഴുക്കൊക്കെ പുറത്തേക്ക് പോകുന്നുള്ളത്. പക്ഷേ പോവും. അത് പോകാനുള്ള സൗകര്യമുണ്ട്. എന്നിട്ട് വെള്ളം പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യും. അഴുക്ക് അത് ആ സൈഡിൽ നെറ്റ് പോലെ തന്നെ ഉള്ളത് കണ്ടോ. ഇത് നല്ല കനമുണ്ട് കേട്ടോ. നെറ്റാണെങ്കിൽ പോലും നല്ല കനമുണ്ട്. അങ്ങനെ കീറി പോകുന്നൊന്നും പേടിക്കൊന്നും വേണ്ട. ഡബിളാണോ എന്നറിയില്ല നെറ്റ്. പക്ഷെ നല്ല കനമുണ്ട്. ഡബിൾ തന്നെയാണെന്ന് തോന്നുന്നു. അത് ഞാൻ പിടിച്ച് നോക്കിയിട്ട് വരുന്നില്ല. പക്ഷെ നല്ല കനമുണ്ട്. ഷൂവിനകത്തേക്ക് ഇട്ടിട്ട് ആവശ്യമുള്ള സോപ്പ് പൊടിയോ ലിക്വിഡോ ഷാമ്പുവോ എന്ത് വെച്ചിട്ടാണ് കഴുകാൻ വെച്ചിട്ട് അതിട്ടിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് കഴുകാൻ പറ്റും. ഇതിങ്ങനെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു. വൈറ്റ് ഷൂ ഒക്കെ എപ്പോഴും നമുക്ക് ചിലപ്പോൾ കഴുകേണ്ടി വരും. പിന്നെ ഈ സമയത്ത് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്തിനാണോ നമുക്കിവിടെ ഒരു ചെറിയ പച്ചക്കറി തോട്ടമുണ്ട് നമ്മുടെ സൈഡിൽ 2 സൈഡിലായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നാട്ടിലേക്കൊക്കെ പോകുന്നു, ഒരു വെക്കേഷൻ ടൈമൊക്കെ ആയി. സാധാരണ നമ്മൾ പോകുമ്പോൾ നമ്മുടെ വില്ലേലുള്ള ബാക്കി ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ചിലപ്പം ജൂലൈ ആഗസ്റ്റ് വെക്കേഷനൊക്കെ ആകുമ്പോൾ എല്ലാവരും നാട്ടിൽ പോകുന്ന സമയമാവും ഇവിടുന്ന്. അപ്പോൾ പിന്നെ നമ്മുടെ ചെടി നനയ്ക്കാൻ തിരിച്ചു വരുമ്പോഴേക്കും മിക്കവാറും ചെടികളൊക്കെ കരിഞ്ഞു പോകാറുണ്ട്. അപ്പം ഈ പ്രാവശ്യം നമുക്ക് പോകുമ്പം നമ്മളിത് കണക്ഷൻ കൊടുത്തിട്ട് പൈപ്പ് ഒന്ന് ചെറുതായിട്ട് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിലിങ്ങനെ ഡ്രോപ്പായിട്ട് ചെടികൾക്ക് വേണ്ടിടത്തൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇത് അതിന് വേണ്ടി വാങ്ങിച്ചാൽ ഇത് 2 എണ്ണം വാങ്ങിച്ചു. കാരണം നമ്മുടെ റൂമിൻ്റെ ബാക്ക് സൈഡിലും ഉണ്ട് നമുക്ക് ചെടി.
പിന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പോൾ 2 സൈഡിലേക്കായിട്ട് 10 മീറ്റർ നീളമാണ് ഇതിനുള്ളത്, ഇതിൻ്റെ പൈപ്പിനുള്ളത്. അങ്ങനത്തെ 2 എണ്ണം വാങ്ങിച്ചു. സാധനങ്ങൾ, ചെറിയ സാധനങ്ങളൊക്കെ പോയ കിടക്കണം. അപ്പോൾ അതും ഡെമോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം വേണം തോന്നും. ചിലതൊക്കെ 3 ദിർഹംസ്, 4 ദിർഹംസ്, 5 ദിർഹംസ്, 6 ദിർഹംസ് എന്നൊക്കെ കാണുമ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ തോന്നും. വാങ്ങിച്ച് ടോട്ടൽ എല്ലാം കാർട്ടിലേക്ക് ഇട്ടിട്ട് ബില്ലെല്ലാം നോക്കുമ്പോഴത്തേക്കായിരിക്കും എമൗണ്ട് ആയിട്ടുണ്ടാവും. പിന്നെ ഈ സാധനം ഇതാ ചെടി വെക്കുന്നത്. നമുക്ക് ചെടി വെക്കാനുള്ള, പക്ഷേ അതിനകത്ത് ഇതൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് നഷ്ടമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് 5 ചെടിയാണ് നമ്മൾ ആ ഒരു പിക്ചറിൽ കാണിച്ചത്. 5 ചെടി ഇതിൽ വെക്കുന്നതെന്നാണ് കാണിച്ചത്. പക്ഷേ വന്നത് ചെടിയല്ല, വന്നത് ചെടി. എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു 5. അതായത് അക്വേറിയത്തിൽ വെക്കുന്ന പ്ലാന്റില്ലേ, അക്വേറിയത്തിൽ വെക്കുന്ന പ്ലാന്റിൻ്റെ പിക്ചറായിരുന്നു ഉണ്ടായിരുന്നു. 5 എണ്ണം ഇങ്ങനെ പിക്ചർ ഇതിലിങ്ങനെ 5 ചെടി നിൽക്കുന്ന. ഇതിങ്ങനെ അക്വേറിയത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അക്വേറിയത്തിനുള്ളിൽ വെക്കുന്ന ചെടികൾ വാങ്ങിച്ചിട്ട് നമ്മൾ ചെടി അതിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ സംഭവിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ചെടിയൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് ഇളകി വന്നും പോയേക്കും. അപ്പം ഇതങ്ങനെ അതിനകത്ത് നിൽക്കാൻ പറ്റുന്ന ചെടികളുടെ ഇത് പിക്ചറിൽ കണ്ട പ്രകാരം 5 ചെടി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ചെടി വെക്കാനുള്ള ഇത് മാത്രമാണ് വന്നിരിക്കുന്നത്. 5 പ്ലാന്റ്സ് എന്നൊക്കെ ആയിരുന്നു അവരതിനകത്ത് എഴുതിയിരുന്നു. ഇതൊരു അബദ്ധമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമായിട്ടാണ് വന്നത്. ഇനി എന്തെങ്കിലും പ്ലാന്റ് നമ്മളായിട്ട് അതിനകത്ത് കുത്തി വെച്ചിട്ട് നോക്കണം. ശരിക്കും അബദ്ധമായി. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചത്, ഇത് നമ്മുടെ എപ്പോഴും സംഭവിക്കുന്ന ബാഗിൻ്റെയൊക്കെ സിബ് പോയിട്ട് വർക്കാവില്ല. പിന്നെ ആ ബാഗ് പുതിയ ബാഗായിരിക്കും ചിലപ്പം, പക്ഷേ സിബ് വേഗം പൊട്ടുമ്പോൾ. പക്ഷേ ഇതും അധികം ക്വാളിറ്റി ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. അതിപ്പം വെയിറ്റ് കാണുന്നില്ല. ഞാൻ നമ്മുടെ ബാഗിനൊക്കെയുള്ള സിബിൻ്റെ പോലെ നല്ല വെയിറ്റ് ഉള്ളതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്. ഇപ്പം നമ്മുടെ ബാഗിൻ്റെ സിബ് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊളുത്ത് പോലെ ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഇതിങ്ങനെ കണ്ടോ, ഇതിങ്ങനെ കണക്ട് ചെയ്യുക. എന്നിട്ട് അതിങ്ങനെ പിന്നെ വലിച്ചെടുക്കാൻ പറ്റും. അതിനുള്ളതാണ് ഇത്. കണ്ടോ, ഇങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു 4 എണ്ണം ഒരു പാക്കറ്റിൽ. ഞാനതൊന്ന് നോക്കിയിട്ട് വാങ്ങിക്കാൻ പിന്നെ വേണമെങ്കിലെന്ന് വിചാരിച്ചു. കാരണം 1-2 ബാഗുകൾ ഇരിപ്പുണ്ട്. അങ്ങനെ ലാപ്ടോപ്പ് ബാഗ് പോലത്തെയൊക്കെ ബാഗുകളുണ്ട്, പക്ഷേ സിബ് പോയിരിക്കുന്നു. അതിൻ്റെ പേരിൽ കളയേണ്ടി വരുന്നുണ്ട് ബാഗ്. അപ്പം പക്ഷെ ഇത് പോരാ, ക്വാളിറ്റി ഇല്ല. എന്നാലും യൂസ് ചെയ്ത് നോക്കട്ടെ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഇതെന്താ സാധനം, ഇതെന്താണെന്ന് അറിയില്ലല്ലോ. ഇതെനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന സ്കെയിലാണെന്ന് തോന്നുന്നു. നമ്മുടെ ലഗേജ് നാട്ടിലേക്ക് അല്ല, ഇത് തെർമോമീറ്ററാണ് അതിൻ്റെ. അതായത് വെള്ളത്തിൻ്റെ ഇതെന്തോ ഇഷ്ടമാണ്. ഞാൻ ഈ സൗണ്ട് തന്നെ ഇത് പോകട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ സൗണ്ട് പോയില്ലേ. ആ, ഇത് എന്തായിരുന്നു, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അളക്കാനുള്ളത്. ഇത് ഒരു അക്വാപോണിക് ഇത് നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു മീറ്ററാണത്. പ്രോഡക്റ്റ് നെയിം വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ്. വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ടെമ്പറേച്ചർ അല്ല, വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ളത്. ഈ സാധനം ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഫുഡ് ഒക്കെ നമ്മൾ കുറേ കറികളൊക്കെ ഉണ്ടാക്കി, പ്രത്യേകിച്ച് നമുക്ക് ഈ പിന്നെ ഓണത്തിനും വിഷുവിനൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ സദ്യകളുണ്ടാക്കി കുറേ കറികളൊക്കെ എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ പുറത്ത് ഇങ്ങനെ ടേബിളിൻ്റെ പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വരെ ഈച്ചയോ കൊതുകോ കണ്ണീച്ചയോ ചെറിയ കുഞ്ഞ് ഈച്ചകളൊക്കെ ഉള്ളൊരു ചില സീസൺ ടൈമിലൊക്കെ തണുപ്പൊക്കെ തുടങ്ങും. ഇവിടെ അങ്ങനെ ചെറിയ കുഞ്ഞ് ഈച്ചകളൊക്കെ വരാറുണ്ട്. അപ്പം അതൊക്കെ അങ്ങനെ വരാം. നമുക്ക് ഫുഡൊന്നും ഇത്തിരി സമയം എടുത്ത് അടച്ച് വെക്കാൻ വേണ്ടി കുട പോലെ ഇങ്ങനെ ഫുഡൊക്കെ, അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ നമ്മൾ വെക്കുമ്പോഴും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് വെക്കാൻ പറ്റുന്ന നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ കിടത്താൻ വേണ്ടി നമ്മളിങ്ങനെ കൊതുക് വല പോലെ വാങ്ങിക്കാറില്ലേ, അങ്ങനത്തെ സെയിം വല തന്നെ. ഇങ്ങനത്തെ ഒരു പാക്കറ്റിൽ 3 എണ്ണം, 3 സൈസാണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നിത് ഇപ്പോൾ ടേബിളിൻ്റെ പുറത്തൊക്കെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈച്ചയോ ഇതുപോലെ. ഇത് ശരിക്കും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. 3-4 കറികൾ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ ചോറോ കറികളൊക്കെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ അടച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഈച്ചയൊന്നും കയറില്ല. ഇതധികം വിലയില്ല കേട്ടോ. അത് 3 സൈസാണ്. ഞാൻ ആദ്യം എടുത്തത് അതിൻ്റെ വലുത്, ഏറ്റവും ചെറുത് ഇതാണെന്ന് തോന്നുന്നു. 3 സൈസ് വരുന്നത്. ഇതെന്തായാലും നമുക്ക് അത്യാവശ്യം ഒരെണ്ണം വേണ്ടതാണ് വീട്ടിൽ. എവിടെയാണ് ഇതിൻ്റെ കുട പോലെ ഇങ്ങനെ നമ്മുടെ ചെറിയ കുട. ഇത് ചെറുത്. ഇത് ശരിക്കും നമ്മുടെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിൽ വെക്കാവുന്ന സംഭവം തന്നെ, ഏറ്റവും ചെറുത്. കണ്ടോ,
നമ്മൾ പഴമൊക്കെ വാങ്ങിച്ചിട്ട് മെയിനായിട്ട് നമ്മുടെ വീട്ടിലെപ്പോഴും സംഭവിക്കുന്നതല്ലേ, പഴമൊക്കെ വാങ്ങിച്ചിട്ട് ഇത്തിരി ഒന്ന് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് കണ്ണി ചോട്ടൊരു സാധനം വരും, അല്ലെങ്കിൽ ഈച്ചയോ പുഴുവോ എന്തെങ്കിലുമൊക്കെ വരും. ഇതിപ്പം ഇങ്ങനെ വെച്ചാൽ മതി, ഒന്നും കയറില്ല, നല്ല നീറ്റാണ്. ഇത് ഓക്കെ, ഇത് വറുത്താണ് വാങ്ങിച്ചതിൽ. എനിക്ക് ഇന്ന് വാങ്ങിച്ച സാധനത്തിൽ ഇഷ്ടപ്പെട്ടൊരു സാധനം കൂടെ ഇത് കേട്ടോ. ഇതും ആ നെറ്റും അതും ഇഷ്ടപ്പെട്ടായിരുന്നു, അതും കുഴപ്പമില്ല. ഇതിനെ തിരിച്ച് അടച്ച് വെക്കണമെങ്കിൽ ഇങ്ങനെ താഴേക്ക് പ്രസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അങ്ങനെ മൂന്നെണ്ണമാണ് നമുക്കത് കിട്ടിയത്. അത്രേ ഉണ്ടോ, ഇത് മൂന്ന് സൈസാണ്, വലുത് ചെറുത് മീഡിയം സൈസിൽ 3 മതി. ഇതാ ഞാൻ വെയിറ്റ് നോക്കുന്ന സ്കെയിൽ വാങ്ങിയെന്ന് പറഞ്ഞത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇവിടെ ഉണ്ട്, നാട്ടിലും വെച്ചിട്ടുണ്ടാവും. പക്ഷേ ചില സമയത്ത് നമ്മൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ നേരത്ത് നോക്കുമ്പോൾ അത് ഒന്നെങ്കിൽ അതിൻ്റെ വർക്കാവുന്നുണ്ടാവില്ല, പക്ഷേ നമ്മൾ ഉപയോഗിക്കാണ്ടൊക്കെ വെച്ചിരുന്നിട്ട്, അല്ലെങ്കിൽ അതെവിടെയെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടാവും എന്നൊക്കെ. ഇതാകുമ്പോൾ നമുക്ക് യാത്രയിലും കൊണ്ടു നടക്കാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ സാധനങ്ങൾ ലഗേജൊക്കെ ചെക്ക് ചെയ്ത് ഇതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് തിരിച്ച് നമ്മൾ വരുമ്പോഴും ഇതേപോലെ നമ്മുടെ ബാഗിൽ തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ കൊണ്ടുവരികയും ചെയ്യാം, എന്തും ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്കെയിൽ വാങ്ങിയതാണ്. അതിൻ്റെ എന്താണ് അതിന് എഴുതിയിരിക്കുന്നത് അതിനകത്ത്, കംഫർട്ടബിൾ ടച്ച് വിത്ത് റബ്ബർ പെയിൻ്റോ. റൂം ടെമ്പറേച്ചറൊക്കെ ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. റൂം ടെമ്പറേച്ചർ നമ്മൾ LED ഡിജിറ്റൽ, ലോ ബാറ്ററി, ഓവർലോഡ് ഇൻഡിക്കേഷൻ, കപ്പാസിറ്റി 50 kg വരെ. ധാരാളം. ഓക്കെ, 50 kg കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബാഗൊക്കെ ഒരു 30 kg ഒക്കെ ആയിരിക്കും നമ്മളൊരു ബാഗ് വരുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. ലഗേജ് സ്കെയിൽ തന്നെ, ഇലക്ട്രോണിക് ലഗേജ് സ്കെയിൽ. ഓക്കെ, അതെന്തായാലും അത് വലിയ എമൗണ്ടൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മൂന്നാമത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ മൂന്നാമത്തെ നമ്മുടെ അൺബോക്സിങ്. നമ്മൾ തെമൂന്ന് വാങ്ങിച്ച, ഇപ്പോൾ ഈ റീസെൻ്റ്ലി വാങ്ങിച്ച മൂന്നാമത്തെ ഐറ്റംസ്. തെമൂ സ്ഥിരം വാങ്ങിക്കുന്നുണ്ട് സാധനങ്ങളെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ 3 പ്രാവശ്യമായിട്ട് ഇപ്പോൾ വന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്.